എനിക്കും എൻ്റെ കുടുംബത്തിന് മാത്രം ഉപകാരപ്പെട്ടാൽ പോരാ, എൻ്റെ ചുറ്റുമുള്ള കുറേ മനുഷ്യർക്ക് ഉപകാരപ്പെടണം. ഓരോ റമദാനും നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളുടെ ഉള്ളിലെ ഏറ്റവും നല്ല മനുഷ്യനെ പുറത്തെടുക്കാനാണ്. പലസ്തീനും ഗസയും ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം പറയാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ആ നല്ല മനുഷ്യൻ എവിടെ ഉറങ്ങിപ്പോകും. പുറത്തോട്ട് നോക്കുമ്പോൾ ലോകത്ത് നമ്മുടെ സഹോദരങ്ങൾ അത്ര നല്ല അവസ്ഥയിലല്ലാത്തത് കൊണ്ട് ഇപ്പോൾ പലസ്തീനിലും ഗസയിലും ഒക്കെ നമ്മളുമായിട്ട് പേര് കൊണ്ടോ കുടുംബം കൊണ്ടോ ബന്ധമില്ലെങ്കിലും അവർ മനുഷ്യരാണ്. റമദാൻ എന്ന് പറഞ്ഞാൽ ഖുർആന്റെ മാസമാണ്. ഖുർആൻ തുടങ്ങുന്നത് അൽഹംദു എന്ന് പറഞ്ഞിട്ടാണ്, അൽഹംദുലില്ല എന്ന് പറഞ്ഞ് തുടങ്ങാണ്. അവസാനിക്കുന്ന നാസ് എന്നാണ്. ഒന്ന് അൽഹംദും, രണ്ട് നാസും, നന്ദിയും മനുഷ്യനും. മനുഷ്യനോട് നന്ദി കാണിക്കാൻ പഠിപ്പിക്കുന്ന ഒരു വേദഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം ഇറങ്ങിയ മാസം, ആ ഗ്രന്ഥത്തിൽ ഇടപെട്ട മാസം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു മനുഷ്യൻ ചുറ്റുമുള്ള മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയേണ്ട വിഷയമാണ്. പലസ്തീനും ഗസയും ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അത് ചിലപ്പോഴെങ്കിലും അത് പറയാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ആ നല്ല മനുഷ്യൻ എവിടെ ഉറങ്ങിപ്പോകും. അപ്പം ആ നല്ല മനുഷ്യനെ പുറത്തിറക്കണം. മർദ്ദിതരുടെ കൂടെ, പീഡിതരുടെ കൂടെ ഇറങ്ങുന്നതും ഒരു പോസിറ്റീവ് എനർജിയാണ്. പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം, ഫണ്ട് കൊടുക്കാം, അവർക്ക് ഫുഡ് കൊടുക്കാം, അവരെ കരുതാം, ഇതൊക്കെ ചെയ്യാം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. മനുഷ്യർക്ക് ഉപകാരമുണ്ടാവുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. എനിക്ക് തോന്നുന്നു അതായിരിക്കും ഏറ്റവും വലിയ റമദാൻ മെസ്സേജും.